പാലക്കാട് ഈ വേടന്റെ പരിപാടിയിൽ വൻ തിരക്കുണ്ടായി. തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് അവസാനം ലാത്തി വീശി ഡിവൈഎഫ്ഐ നേതാവിന് പോലും ലാത്തി വീശലിൽ പരിക്കേറ്റു എന്ന രീതിയിൽ വാർത്ത വരുന്നു. തിക്കിലും തിരക്കിലും പെട്ട നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. കുഴഞ്ഞു വീണ ആളുകളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അവിടെ നിന്നുള്ള നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസുമായി ജനങ്ങൾക്ക് ചെറിയ ഉന്തും തള്ളും ഉണ്ടായി എന്നുള്ള വാർത്ത കൂടി വരുന്നു. ഏതാണ്ട് 15ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് ലേറ്റസ്റ്റായി ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത് പാലക്കാട് എത്തിച്ചേർന്നു. ശ്രീജിത്ത്, ഈ വേടന്റെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ഈ പ്രശ്നം ഉണ്ടായോ? SKN കേവലം ഉന്തും തള്ളും മാത്രമല്ല, പോലീസിന് നിരവധി തവണ ലാത്തി ചാർജ് നടത്തേണ്ടി വന്നു. അതായത് ഒഫീഷ്യൽസും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികൾ, മന്ത്രി MP രാജേഷ്, OR കേളു അടക്കമുള്ള വിശിഷ്ട വ്യക്തികളും സാംസ്കാരിക വകുപ്പിലെയും പട്ടികജാതി പട്ടികവർഗ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം ഇരിക്കുന്ന പ്രദേശത്തേക്കടക്കം ആളുകൾ വലിയ രീതിയിൽ യുവാക്കളും യുവതികളും തള്ളിക്കയറി വരുന്നൊരവസ്ഥയുണ്ടായി. ഇതിനുശേഷം മന്ത്രിമാരടക്കം ആ മേഖലയിൽ നിന്ന് പോയി. പിന്നീട് ഈ മേഖല പോലും കാണികൾ കൈയടക്കുകയായിരുന്നു. ഇവിടെ നിന്ന് ആളുകൾക്ക് ചാടിക്കയറുന്ന ഈ റാപ്പിലേക്ക് വേടൻ ഉള്ള സ്റ്റേജിലേക്കടക്കം ചാടിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സംഘാടകർക്കും വോളണ്ടിയേഴ്സിനും പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെട്ടു. ഇതിനിടെയാണ് പോലീസ് ഇടപെട്ടത്. പോലീസ് പലതവണ ആളുകളെ തള്ളി മാറ്റാൻ നോക്കി. പക്ഷേ വലിയൊരു ക്രൗഡാണ്. ചെറിയ കോട്ട മൈതാനത്താണ് പരിപാടി നടന്നത്. ഏതാണ്ട് 10,000-ലധികം വരുന്ന ആളുകൾ, ഏതാണ്ട് 15,000-ഓളം വരുന്ന ആളുകൾ ഈ പരിപാടിയിൽ കാണാൻ വേണ്ടി എത്തിയിരുന്നു. കോട്ട മൈതാനം നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകൾ തള്ളി മുൻവശത്തേക്ക് വരുന്നു. വീണ്ടും പോലീസ് അപ്പുറത്തോട്ട് തള്ളുന്നു. വോളണ്ടിയേഴ്സ് അപ്പുറത്തെ മേഖലയിലേക്ക് തള്ളുന്നു. അങ്ങനെ ഏതാണ്ട് 6 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയത് തന്നെ 7:30 മണി കഴിഞ്ഞു. അതിനുശേഷം ഒരു പാട്ട് പാടുന്നതിന് തൊട്ട് മുൻപ് തന്നെ സംഘർഷം, അല്ലെങ്കിൽ ഈ ഉന്തും തള്ളും തിരക്ക് എന്നൊരവസ്ഥയിലേക്ക് പോയി. അതിനുശേഷം ഏറെ നേരം പോലീസും നാട്ടുകാരുമായി തർക്കിക്കുന്ന അവസ്ഥയുണ്ടായി. മാധ്യമപ്രവർത്തകരും നമ്മളും അടക്കം ഇരിക്കുന്ന മേഖലയിലേക്ക് അടക്കം ആളുകൾ തള്ളിക്കയറി വരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളും 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളും ഒക്കെയായി സ്ത്രീകളും നിരവധി എത്തിയിരുന്നു. ഇവരുടെ ദേഹത്തേക്കൊക്കെ ആളുകൾ മറിഞ്ഞു വീഴാൻ തുടങ്ങി. നിരവധി കസേരകൾ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് പോലീസ് ആളുകളെ ലാത്തി ചാർജ് നടത്തുന്ന ആളുകളെ അവിടെ നിന്ന് ലാത്തി കൊണ്ട് അടിച്ച് ആ മേഖലയിലേക്ക് മാറ്റി. എന്നിട്ടും ആളുകൾ ആരും തന്നെ പോവാൻ, ഈ കാണികൾ പലരും പോകാൻ തയ്യാറായില്ല. ഉടൻ തന്നെ പോലീസ് വേടനോട് പാട്ട് താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഈ പോലീസിന്റെ ക്ലിയറൻസ് ലഭിക്കാതെ പാടരുതെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് ആളുകളെ പൂർണ്ണമായി ഒരു മേഖലയിലേക്ക് മാറ്റി. പോലീസിന്റെ വലിയൊരു വലയം ഉണ്ടായിരുന്നു, വോളണ്ടിയേഴ്സിന്റെ വലിയൊരു വലയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ഏതാണ്ട് 4-5 പാട്ട് മാത്രമേ വേടൻ അവിടെ പാടാൻ കഴിഞ്ഞുള്ളൂ. ഈ സമയം ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപ്, ഒരു 15 മിനിറ്റ് മുൻപ് മാത്രമാണ് ഈ പരിപാടി അവസാനിച്ചിട്ടുള്ളത്. അവിടെ മൊബൈൽ ടവറുകളൊക്കെ ഭയങ്കര ജാമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ദൃശ്യങ്ങൾ ലഭിക്കാൻ അല്പം മാധ്യമങ്ങൾക്ക് അടക്കം അയക്കാൻ വൈകിയത്. എന്തായാലും വലിയ സംഘർഷം ഉടലെടുത്തു. അതിനുശേഷം പിന്നീട് ആളുകളെ പൂർണ്ണമായി അവിടുന്ന് മാറ്റാൻ കഴിഞ്ഞു. കോട്ട മൈതാനം നമുക്കറിയാം വലിയ മരങ്ങളൊക്കെയുള്ള മേഖലയാണ്. ആ മരങ്ങളിലും അതുപോലെ തന്നെ വലിയ LED വാളുകളിലും സൗണ്ട് ബോക്സിലും അടക്കം കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ കയറി നിൽക്കുന്ന ഒരു സാഹചര്യം, പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിപ്പിക്കാൻ സംഘാടകർക്ക് നിർദ്ദേശം കൊടുത്തത്. സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വകുപ്പും സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ സംഘർഷത്തിനായി വന്നിട്ടുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട 15ഓളം പേർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി ആളുകൾ കുഴഞ്ഞു വീഴുന്നു. നമ്മുടെ മുൻപിൽ വെച്ച് തന്നെയാണ് നിരവധി ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. എന്തായാലും പരിപാടി കഴിഞ്ഞ വേടൻ മടങ്ങിയിട്ടുണ്ട്. വേടൻ മടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വേടന്റെ ആരാധകർ അവിടെ നിന്ന് പോയിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ പോലീസിന് കഷ്ടപ്പെടേണ്ടി വന്നു, വോളണ്ടിയേഴ്സിന് കഷ്ടപ്പെടേണ്ടി വന്നു. സുരക്ഷാ വീഴ്ച ഈ ഒരു ഘട്ടത്തിൽ നിസ്സംശയം പറയേണ്ടതാണ്. ബാരിക്കേഡുകൾ കൃത്യമല്ല എന്ന തരത്തിൽ കാണികൾ വന്ന് തള്ളുമ്പോഴേക്കും ബാരിക്കേഡുകൾ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പക്ഷേ നഗരത്തിൽ ഇപ്പോഴും വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. വേടന്റെ ആരാധകരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് നഗരം. SKN 15 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. വേടന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർ തിക്കും തിരക്കിലും പെട്ട് പോലീസിന് നിരവധി തവണ ലാത്തി വീശുകയും അതിൽ പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. വേടനോട് ഒരു ഘട്ടത്തിൽ പരിപാടി നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേടൻ ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.